ലോകത്തിലെ ആദ്യത്തെ AI മന്ത്രിയെ നിർമ്മിച്ചിരിക്കുകയാണ് അൽബേനിയ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച വിർച്വൽ മന്ത്രിയാണ് അൽബേനിയയിൽ അധികാരമേറ്റിരിക്കുന്നത്. ആ മന്ത്രിക്ക് അവിടുത്തെ സർക്കാർ ഇട്ടിരിക്കുന്ന പേര് ഡിയേല എന്നാണ്. രാജ്യത്തെ പൊതുഭരണകാര്യങ്ങളും പൊതുവായിട്ടുള്ള ചിലവുകൾ നിരീക്ഷിക്കാനും അവിടെ നിലവിലുള്ള അഴിമതികൾ തുടച്ചു നീക്കുവാനും വേണ്ടിയാണ് അൽബേനിയൻ ഭരണകൂടം സെപ്റ്റംബർ 11 ടിയാനയിൽ നടന്ന സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ അസംബ്ലി ചടങ്ങിലാണ് AI മന്ത്രിയെ അവതരിപ്പിച്ചത്. രാജ്യത്ത് ഒരിക്കൽ ഒരു ഡിജിറ്റൽ മന്ത്രിയോ അല്ലെങ്കിൽ ഒരു കാലത്ത് ഒരു AI പ്രധാനമന്ത്രിയോ ഉണ്ടാകുമായിരിക്കുമോ എന്ന് AD റാമ കഴിഞ്ഞ വർഷം പറഞ്ഞിരുന്നുവെങ്കിലും ഇത് ഇത്രയും പെട്ടെന്ന് തന്നെ അവിടെ സംഭവിക്കുമെന്ന് അവിടുത്തെ ജനങ്ങൾ ഒരിക്കലും കരുതിയിരുന്നില്ല. ഒരു മന്ത്രി എന്ന നിലയിൽ വളരെയധികം സുപ്രധാനപ്പെട്ട ചില ചുമതലകളാണ് ഡിയേലയ്ക്ക് അവർ നൽകിയിരിക്കുന്നത്. നിലവിൽ അവിടെയുള്ള സർക്കാർ അവിടുത്തെ സ്വകാര്യ കമ്പനികൾക്ക് നൽകുന്ന എല്ലാ ടെൻഡറുകളും അതിൻ്റെ ചെലവുകളും ആ വർക്ക് എടുത്ത് ചെയ്യാൻ കഴിയുന്ന കമ്പനികളാണോ അവകൾ എല്ലാം എന്നും ഇനി പരിശോധിക്കുന്ന ഡിയോലയാണ്. ലോകത്ത് എവിടെ നിന്ന് ഈ ടെൻഡറുകൾ കോട്ട് ചെയ്താലും അത് പരിശോധിക്കാനും അവയെ വിലയിരുത്താനുമുള്ള കഴിവ് ഈ ഡിയേലയ്ക്കുണ്ട് താനും. ടെൻഡറുകൾ നൽകുന്നതിൽ മനുഷ്യരായ മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്ന മുൻവിധികളും അവർക്ക് ആ ടെൻഡറുകൾ കോട്ട് ചെയ്യുന്നവരോടുള്ള താല്പര്യങ്ങളും ഒഴിവാക്കാൻ ഇതുവഴി സഹായകമാകും എന്നാണ് കരുതുന്നത്. അതുമാത്രവുമല്ല, ഈ മന്ത്രിക്ക് ശമ്പളം വേണ്ട, പോലീസിൻ്റെയും പട്ടാളത്തിൻ്റെയും അകമ്പടി വേണ്ട. സാധാരണക്കാരായ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി കൈക്കൂലി കൊടുക്കുകയും ആ കൈക്കൂലി കാശ് വാങ്ങി പോക്കറ്റിലിടും എന്നൊരു തോന്നലും വേണ്ട. ഒരു സുപ്രഭാതത്തിൽ ഡിയേല ഈ മന്ത്രിക്കസേരയിൽ വന്നിരുന്നു എന്ന് ആരും ധരിക്കരുത്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി അൽബേനിയൻ സർക്കാരിൻ്റെ ഡിജിറ്റൽ പോർട്ടൽ ആപ്പുകൾ വഴി പൊതുജനങ്ങൾക്ക് വിവിധ തരത്തിലുള്ള സേവനങ്ങൾ നൽകി വരികയായിരുന്നു ഈ ഡിയേല എന്ന AI. വോയിസ് കമാൻഡിലൂടെ ജനങ്ങൾക്ക് ഔദ്യോഗിക സേവനങ്ങൾ നൽകാൻ ഡിയേല സഹായം നൽകുകയും ചെയ്തു. നിലവിൽ മനുഷ്യനല്ലാത്ത അൽബേനിയൻ മന്ത്രിസഭയിലെ ഏക അംഗമാണ് ഈ AI ഡിയേല. വെറുതെ ഒരു പ്രദർശനത്തിന് വേണ്ടിയല്ല ഈ ഉദ്യമം എന്നാണ് അവർ പറയുന്നത്. ഇതുമൂലം അവർക്ക് സർക്കാരിന് വൻ ലാഭമാണ് ഉണ്ടാകുന്നത്.